ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മകളുടെ നിരന്തരമായ പ്രാർത്ഥന ദൈവം കേട്ടു. ഇയാൾ ഒരു ധ്യാനത്തിന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി മക്കളെയും കൂട്ടി ധ്യാനത്തിന് പോയി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അച്ഛന്മാരുടെയും ആത്മീയരുടെയും നല്ല കൗൺസിലിങ്ങും പ്രാർത്ഥനയും അവർക്ക് ലഭിച്ചു. അയാളുടെ തെറ്റുകൾ അയാൾ മനസ്സിലാക്കി. കൂടുതൽ ദൈവത്തോടടുത്തു. എല്ലാ ദിവസവും അവർ കുടുംബസമേതം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. അയാളിൽ നിന്ന് പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത്, സ്നേഹബന്ധത്തിലായിരുന്ന ആ സ്ത്രീ ഇയാളെ വലിയൊരു കടക്കെണിയിൽ വീഴ്ത്തി എന്നുള്ളതാണ്. അവൾക്ക് ആവശ്യമായതെല്ലാം നേടി അവൾ ഇയാളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വലിയ ബാധ്യതയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അത് ഭാര്യ മനസ്സിലാക്കി. ഭാര്യയും ജോലിക്ക് പോയി ഇയാളുടെ കടം വീട്ടാൻ സഹായിച്ചു. അത് ആ മകൾക്ക് സാധിച്ചത് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ രണ്ടുപേരും സുഖമായി ജീവിക്കുന്നു. മക്കൾ നന്നായി പഠിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ രണ്ട് വ്യക്തികളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം മാറിയപ്പോൾ അവർ അവരുടെ പേരൻസിനോട് പറഞ്ഞ കാര്യം, രണ്ട് കുട്ടികളും കൂടി മരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ ആ അപ്പനും അമ്മയും പൊട്ടിക്കരഞ്ഞു. ആ കുട്ടികൾ അനുഭവിച്ച മാനസിക വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. എന്നെ കേൾക്കുന്ന ഓരോ അപ്പനമ്മമാർക്കും ഈ ഒരു ചിന്ത ഉണ്ടാകട്ടെ. നിങ്ങൾ പരസ്പരം മത്സരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ ദയനീയമാണെന്ന് മനസ്സിലാക്കണം. തെറ്റുപറ്റാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെയില്ല. പക്ഷേ ആ തെറ്റു പറ്റിയവർ തെറ്റു തിരുത്തുമ്പോഴാണ് മനുഷ്യനാകുന്നത്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നല്ല വസ്ത്രങ്ങളും മോതിരവും സ്ഥാനമാനങ്ങളും നൽകിയ ഒരപ്പൻ നമുക്കുണ്ടെന്ന് നാം ഓർക്കണം. ഈ തെറ്റ് ചെയ്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അത് ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, അവർ മാനസാന്തരപ്പെടണം. തിരിച്ചു വന്ന് ദൈവത്തോട് മാപ്പപേക്ഷിക്കണം. ഈ ഭൂമിയിൽ സ്വന്തം ഭാര്യയെയോ ഭർത്താവോ തരാത്ത സ്നേഹം മറ്റൊരാളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. സ്വന്തം ജീവിത പങ്കാളിക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു പരിഹരിക്കുക. മനസ്സിൽ വച്ച് അത് ആരോടും തുറന്നു പറയാതെ ശത്രുവിനെ പോലെ കണ്ട് വേറൊരു ബന്ധത്തിന് പോയാൽ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. തെറ്റുകൾ തിരുത്തണം. ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.